ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചിരുന്നത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഈ പേജിലേക്കാണ്. പാംക്രാഫ്റ്റിൽ തന്നെയാണ് പേര്. അപ്പോൾ പിക്ചേഴ്സൊക്കെ ഒരുപാട് പേര് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേശ്ശെയായിട്ട് ഓരോ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ ഇന്നും കുറച്ച് ടെസ്റ്റിമോണിയൽസൊക്കെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലേക്ക് പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്തൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. ഇന്നും ഞാനൊരു ബോട്ടിൽ ആർട്ട് തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലത്തെ ഒരു ആക്രിലിക് കളർ പെയിൻറ്റോ അതുപോലെ സീഡ്സോ ഒന്നും യൂസ് ചെയ്യാത്ത വളരെ സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിലാണ്. അപ്പോൾ ഇതിന് ഞാൻ നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള കളേഴ്സ് കിട്ടുമ്പോഴായിരിക്കും കുറച്ചുകൂടി ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു, നല്ല ഗ്രീനോ റെഡോ ഒക്കെ. അപ്പോൾ ഞാനിതിന് യൂസ് ചെയ്യുന്നത് ഒരു 3D ഔട്ട്ലൈനറാണ്, ഗോൾഡ് കളറാണ്. ഇത് 25 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. ഒരുപാട് കളേഴ്സിൽ കിട്ടാനുണ്ട്. എൻ്റെ കയ്യിൽ തന്നെ ഇതിൻ്റെ ഒരു 5-6 കളറുണ്ട്, ഗ്ലിറ്റർ ഉള്ളതും ഗ്ലിറ്റർ ഇല്ലാത്തതും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ മേലെ ഒരു ഐക്കാർഡ് ഉണ്ട്, അതൊന്ന് ഓപ്പൺ ആക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ 3D ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ടൊന്ന് ഡിസൈൻ ചെയ്യുകയാണ് ബോട്ടിൽ. അപ്പോൾ ബോട്ടിൽ ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സിമ്പിളായിട്ടുള്ള ഡിസൈൻ നോക്കിയൊക്കെ സെലക്ട് ചെയ്യാം. ഈ 3D ഔട്ട്ലൈനറൊക്കെ വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഗോൾഡ് കളർ അല്ലെങ്കിൽ സിൽവർ കളറൊന്നും കാണില്ല. ആ സമയത്ത് വേറൊരു കളറാണ് കാണുക, ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഇതിലായിരിക്കും, ടെക്സ്ചറിലായിരിക്കും. അപ്പോൾ അതൊന്ന് കുറച്ച് സമയം ഒന്ന് കഴിയണം, ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ഡ്രൈ ആയി കഴിയുന്ന സമയത്താണ് നമുക്ക് സിൽവർ ഗോൾഡൊക്കെ കറക്റ്റ് അതിൽ കാണാൻ പറ്റുന്നത്. അപ്പം ഞാനതിന് സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് ഇങ്ങനെ ബോട്ടിൽ ആദ്യം ഒന്ന് ബോർഡറായിട്ട് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ബോട്ടിൽ മുഴുവനായിട്ട് വരയ്ക്കുന്നില്ല, ആദ്യം ഈ ഒരു സൈഡിൽ മാത്രം ഒന്ന് കുറച്ച് ഭാഗം ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഇത് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ പെയിൻറ്റ് അവിടെ ഉണ്ടാവില്ല, അതങ്ങനെ ഇളകിപ്പോരും. അപ്പോൾ അതിനൊരു ഭാഗം മുഴുവൻ ചെയ്തിട്ട് അത് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ ഞാൻ ബോട്ടിലിൽ മറ്റേ സൈഡും ചെയ്യുന്നുള്ളൂ. നമ്മൾ ആക്രിലിക് കളർ പെയിൻറ്റ് ഡ്രൈ ആകുന്ന പോലെയല്ല, കുറച്ചും കൂടി ഒന്നൊരു ടൈം എടുക്കും പെയിൻറ്റ് ആവാനും, ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം കുറച്ചൊരു സ്റ്റിക്കി ആയിട്ടുള്ളൊരു ടെക്സ്ചറാണല്ലോ. അപ്പം ഞാൻ ആദ്യം കുറച്ച് കുഞ്ഞു ട്രയാങ്കിൾസ് ഇങ്ങനെ ഓപ്പോസിറ്റായിട്ടൊക്കെ വരച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മൈലാഞ്ചി ഡിസൈനൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഒരു ഡോട്ട്, 2 ഡോട്ടും കൂടെ ജോയിൻ്റ് ആയിട്ട് ഒരു തിന്നായിട്ടുള്ള ലൈനില്ലേ, ആ ഒരു ഡിസൈൻ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ബീഡ്സിൻ്റെ ഒരു ഇതൊക്കെ പോലെ, മാലയൊക്കെ പോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാടൊന്നും അങ്ങനെ ഇത് ഒഴിക്കണം എന്നൊന്നുമില്ല, കുറച്ച് ഇങ്ങനെ ജസ്റ്റ് ആക്കി കൊടുത്താൽ മതി. അത് ഡ്രൈ ആവുന്ന സമയത്ത് നല്ല ഗോൾഡ് കളർ തന്നെയായിട്ട് കിട്ടും. അപ്പോൾ ഡിസൈൻസൊക്കെ നിങ്ങളുടെ ഓരോ ഇഷ്ടത്തിനനുസരിച്ച്, ഈ മെഹന്തിയൊക്കെ ഡിസൈൻ ചെയ്യുന്നവർക്കൊക്കെ നല്ല ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഡിസൈനൊക്കെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഡോട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ആ ഒരു സൈഡിൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ കൈയൊക്കെ തട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് തിരിച്ച് പിടിച്ചിട്ടൊന്ന് ചെയ്യാണ്. എനിക്ക് ഈ ബ്ലൂ കളർ ബോട്ടിൽ കിട്ടിയ സമയത്ത് തോന്നിയൊരു ഐഡിയ ആണ്. കാരണം നമ്മൾ അല്ലാതെ ചെയ്യുന്ന ബോട്ടിലൊന്നും എനിക്ക് തോന്നുന്നു അത്ര ചിലപ്പോൾ ഭംഗി ഉണ്ടാവില്ലായിരിക്കും. പിന്നെ റെഡ് ഗ്രീനിലൊക്കെ ചിലപ്പോൾ നല്ല രസം ഉണ്ടാവും കാണാൻ. കാരണം ഈ ഒരു ഗോൾഡ് കളർ ഇങ്ങനെ എടുത്ത് കാണിക്കണമെങ്കിൽ അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് കളർ നല്ലൊരു അട്രാക്റ്റീവ് ആയിരിക്കണമല്ലോ. നമ്മൾ സാധാരണ ഒരു ഡിസൈൻ ചെയ്യുന്ന പോലെ അത്ര ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാൻ കുറച്ച് പണിയാണ്. കാരണം ഇത് ഒരു സ്റ്റിക്കി ആയിട്ടുള്ളതാണ്. പിന്നെ അത് വരുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു പെർഫെക്ഷനിൽ തന്നെ കിട്ടണമല്ലോ. ചിലപ്പം കുറച്ച് അധികം വന്നു കഴിഞ്ഞാൽ അവിടെ, അപ്പോൾ നമുക്ക് തുടച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ആ സമയത്ത് തന്നെ അത് ഡ്രൈ ആകുന്നതിന് മുമ്പ് തുടച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് വരയ്ക്കാവുന്നേ ഉള്ളൂ. ഞാനപ്പോൾ ആദ്യം ഡിസൈൻ വിചാരിച്ച സമയത്ത് ആ ട്രയാങ്കിളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഗോൾഡിൻ്റെ കളർ കൊണ്ട്. പിന്നെ ബോട്ടിൽ ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഈ ഔട്ട്ലൈന് ഇത്ര തന്നെ എൻ്റെ കയ്യിലുള്ളൂ. നേരത്തെ ഒരു ബോട്ടിൽ ചെയ്തതിൻ്റെ ബാക്കിയുള്ളതാണ്. അപ്പം നമുക്കത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അത് ഈ ഡിസൈൻ കഴിഞ്ഞിട്ട് ഞാൻ താഴെ ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. കുഞ്ഞു ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ താഴെ നമ്മളിപ്പോൾ ചെയ്തിട്ടില്ലേ ഒരു റാ പോലുള്ളൊരു ഡിസൈനും, ആ ഡിസൈൻ തന്നെ ഒന്ന് ഓപ്പോസിറ്റായിട്ടൊന്ന് താഴെയും ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. കാരണം ചെറിയ സിമ്പിളായിട്ടുള്ള ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുള്ളൂ, 1-2 ട്രയാങ്കിൾസും പിന്നെ ഡോട്ട്സും മാത്രം. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്നിട്ട് തന്നെ നല്ല രസമുണ്ട്, നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഡിസൈൻ ഒന്നും പ്രത്യേകിച്ച് അറിയില്ലെങ്കിലും ഇങ്ങനെ കുറച്ച് ഡോട്ട്സൊക്കെ ഇട്ട് കൊടുത്താൽ തന്നെ നല്ല രസമുണ്ടാവും. ഡോട്ട്സും പിന്നെ കുറച്ച് കേർവ്ഡ് ആയിട്ടുള്ള ലൈൻസൊക്കെ ഇട്ട് കൊടുത്താൽ തന്നെ മതി. അപ്പോൾ ആ ഡോട്ട്സിൻ്റെ സൈസൊക്കെ ഒന്ന് കൂട്ടിയും കുറച്ചും വലിയ ഡോട്ടും അങ്ങനെയൊക്കെ ആക്കി കൊടുത്താൽ തന്നെ എനിക്ക് തോന്നുന്നു നല്ല രസമുണ്ടാവും. കാരണം ആ ഒരു ബ്ലൂവിൽ ഭയങ്കര ഒരു അട്രാക്ഷൻ ഉണ്ടല്ലോ ആ ഒരു ഗോൾഡിനും, നല്ലൊരു റോയൽ ബ്ലൂ ആണല്ലോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഡിസൈൻ അറിയുന്നുണ്ടെങ്കിൽ നല്ല ഡിസൈനൊക്കെ വരയ്ക്കുക, അല്ലെങ്കിൽ നല്ല സിമ്പിളായിട്ടുള്ളൊക്കെ വരച്ചു കൊടുക്കുക. ഇനി നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള ആ ഒരു ആർച്ചില്ലേ, അപ്പോൾ അതിൻ്റെ 2 ആർച്ചിൻ്റെ ഒരു ഇടക്കായിട്ട്
അങ്ങനെ ചെറിയൊരു 3 ഇതളുള്ളൊരു ഫ്ലവർ പോലെ, ഒരു കുഞ്ഞു ഫ്ലവർ പോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള ആ ഒരു കുഞ്ഞു ഫ്ലവർ പോലെ ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട്. നമ്മൾ മൈലാഞ്ചിയൊക്കെ ഇടുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ഡിസൈനാണ്. എന്നിട്ട് ആ ഒരു കുഞ്ഞു ഫ്ലവർ പോലെ, അപ്പോൾ അതിന് നല്ലൊരു ജോയിൻ്റ് ആയിട്ട് കിട്ടും. ഇനി അതിന് ഒരു ലാസ്റ്റ് 2 ഡ്രോപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നല്ല ഭംഗിയുണ്ട് ആ ഡിസൈൻ കാണാനും. അപ്പോൾ ഞാൻ താഴെ ഇത്രയും വർക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ബോട്ടിൽ ഫുള്ളായിട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം ബാക്കി ചെയ്യാം. അപ്പോൾ ഞാൻ ബോട്ടിലിൻ്റെ മേലെയും ഇതേ ഒരു ഡിസൈൻ തന്നെ കുറച്ചൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടൊന്ന് ചെയ്ത് കൊടുക്കുകയാണ്. ഇന്ന് എന്നോട് ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുള്ളത് നമുക്ക് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന 3 കൊച്ചു കൂട്ടുകാരാണ്. ഒന്ന് സാന്ദ്ര മോള്, പിന്നെ സെൻഹ മോള്, പിന്നെ നിയ മോള്. 3 പേർക്ക് ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ബോട്ടിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ ആ ഒരു ട്രയാങ്കിൾ ആദ്യം വരച്ച് കഴിഞ്ഞു. ഇനി അതിന് താഴെ നമ്മൾ നേരത്തെ ചെയ്ത ഡിസൈനല്ല, ഒരു മാറ്റം വരുത്തിയിട്ട് ആ ഡോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിന് നമ്മൾ ആർച്ച് പോലെ വരച്ചിട്ടുള്ള ആ ഒരു ഡിസൈനും കൂടെ ചെയ്യാണ്. കാരണം താഴെ വരച്ച ആ സെയിം ഡിസൈൻ അതിന് മേലെയും കൂടെ വരയ്ക്കുമ്പം പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടാവില്ല, ആ ഒരു ബ്ലൂ കാണില്ല, എല്ലാം ഡിസൈനായി പോവും. കാരണം അത്രയും ഒരു അങ്ങനത്തെ അത്ര ലെങ്ത്തുള്ളൊരു ബോട്ടിലാണല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ചൊരു മാറ്റം വരുത്തിയിട്ട് ചെറുതായിട്ടാണ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ആ ഒരു വർക്ക് നെക്കിന്ന് ഇങ്ങനെ താഴോട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പം ഞാൻ അവിടെ ഇത്രയും ഡിസൈനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ഭാഗം ഇങ്ങനെ കുറച്ചൊരു പ്ലെയിൻ ആയിട്ടിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ചെയ്യാഞ്ഞത് നേരത്തെ ആ ഒരു നെക്ക് സൈഡിൽ വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് നെക്ക് സൈഡിലും കൂടെ ഒന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടിരിക്കുമല്ലോ. അപ്പോൾ ചെറിയൊരു ഡിസൈനായിട്ട് ഇങ്ങനെ നെക്കിൻ്റെ സൈഡിലൊന്ന് കൊടുക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ആ നമ്മളെ കയ്യിൽ കിട്ടുന്ന കുപ്പിയുടെ ആ ഒരു ഷേപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ബോട്ടിലിൽ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത്രയും ഭാഗം ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഭാഗം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ ഫുള്ള് ബാക്കി ചെയ്തെടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈകൊണ്ട് നഖം കൊണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാലൊന്നും പോകുമൊന്നുമില്ല. അത്രയും നല്ല ഭംഗിയിലായിട്ട് അവിടെ കിടക്കും. നല്ല രസമുണ്ടല്ലേ കാണാനും. അപ്പോൾ ഞാൻ ചെറിയൊരു ഗ്യാപ്പും കൂടി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കതൊന്ന് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു കളർ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാമല്ലോ. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഒരു ഗോൾഡ് കളറല്ലല്ലോ നമ്മൾ ആക്കുന്ന സമയത്ത് ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഗോൾഡിൻ്റെ കളറൊന്നും തോന്നുകയില്ല. പക്ഷേ ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ കറക്റ്റ് ആ ഒരു ഗോൾഡിൻ്റെ ആ ഒരു കളർ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ അത്രയും കുറഞ്ഞ ഭാഗം മാത്രം ഒന്നും ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെയുണ്ട്, നല്ല രസമില്ലേ കാണാൻ? നല്ലൊരു ഗോൾഡും ആ ഒരു റോയൽ ബ്ലൂവും കൂടെ ചേർന്നപ്പോൾ നല്ലൊരു റോയൽ ലുക്ക് തന്നെ ഉണ്ടല്ലേ നമ്മളെ ബോട്ടിലിന് കാണാനും. ഇങ്ങനെയുള്ള ബ്ലൂ അല്ലെങ്കിൽ റെഡൊക്കെ കാണുമ്പോൾ ആയിരിക്കും ഭംഗിയും തോന്നുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടിലും വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നുകിൽ അതിനനുസരിച്ചിട്ടുള്ള വേറെ ഏതെങ്കിലും 3D ഔട്ട്ലൈൻ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഗോൾഡ് തന്നെ ആണെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഗോൾഡിൻ്റെ ഈ ഒരു 3D ഔട്ട്ലൈന് 25 റുപ്പീസാണ് റേറ്റ്. അപ്പോൾ ഈ ബോട്ടിൽ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഒരു ബോട്ടിലും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും അതിൽ ബാക്കിയുണ്ട് കുറേ. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ട്രയാങ്കിളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണം എന്ന്. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത് അത് വേണ്ട, അല്ലാതെ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനും. അപ്പോൾ ഈ ഒരു ബ്ലൂ ബോട്ടിലായതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലെ 2 ബ്ലൂ ബോട്ടിലും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ 1 സ്ട്രോക്ക് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തു. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണുന്നുണ്ടെങ്കിൽ മേലെ ഞാൻ ഐക്കാർഡായിട്ട് കൊടുക്കാം, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ബ്ലൂ ബോട്ടിൽ നല്ല ഭംഗിയാണ് കാണാനും. അപ്പോൾ ഇത്രയും ബോട്ടിൽ എനിക്ക് ഇതുവരെ ഒരു ബ്ലൂ കളർ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ കളക്ട് ചെയ്ത് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എങ്ങനെ നല്ല സിമ്പിളായിട്ടുള്ള ബോട്ടിലല്ലേ, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് അതുപോലെ 2 കോട്ട് പെയിൻ്റ് അടിച്ച് സീഡ് ഒട്ടിച്ച് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഭയങ്കര സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. എന്നാൽ ഭംഗിക്ക് ഒട്ടും കുറവില്ല, നല്ലൊരു റോയൽ ലുക്ക് തന്നെയുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരിക. ഇനി ടെസ്റ്റിമോണൽസ് ആണ്. വളാഞ്ചേരിയുള്ള സഫ അയച്ചു തന്നതാണ്. 7th പഠിക്കുന്ന മോളാണ്. നമ്മൾ ഒരു ഡെക്കറേറ്റീവ് ബോൾസ് ഉണ്ടായിരുന്നല്ലോ, അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് തളിപ്പറമ്പുള്ള നെജ ഫാത്തിമ അയച്ചു തന്നതാണ്. പിസ്തയുടെ ഷെല്ല് യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രോബെറിയുടെതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. നെജ നേരത്തെയും പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് സുഹാന സജീർ അയച്ചു തന്നതാണ്. നമ്മൾ പെയിൻറ്റ് ഇങ്ങനെ കവറിലാക്കിയിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ബോട്ടിലായിട്ടാണ് ട്രൈ ചെയ്തത്. അതുപോലെ നമ്മൾ ഒരു കവറിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബോട്ടിലുണ്ടായിരുന്നു, അതും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് മലപ്പുറത്തുള്ള റുഷ്ദ അയച്ചു തന്നതാണ്. 8th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ പിസ്തയുടെ ഷെല്ല് ഉപയോഗിച്ചിട്ട് ആ ഒരു സ്ട്രോബെറിയുടെ തന്നെയാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. അതുപോലെ നമ്മൾ ആ ഒരു പെബിൾസിൻ്റെ ആ ഒരു പെയിൻറ്റിങ് ഉണ്ടായിരുന്നല്ലോ, അതും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഷംറി അയച്ചു തന്നത് നമ്മൾ ബ്ലൂ ആൻഡ് വൈറ്റ് എക്സലിൻ്റെ ആ ഒരു ബോട്ടിലായിട്ടാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്ത പിക്ക് അയച്ചു തന്നത് ശില്പ നായരാണ്.
നമ്മൾ 11 സീഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു വാൾ ഡെക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ മാർബിൾ ബോട്ടിൽ ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ പംകിൻ്റെ സീഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിലും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഷെറിൻ അമ്പാട്ട് അയച്ചു തന്നതാണ്. നമ്മൾ കുരുമുളകിൻ്റെ തണ്ട് ഉപയോഗിച്ചിട്ടുള്ളൊരു ബോട്ടിലായിരുന്നു ട്രൈ ചെയ്ത് അയച്ചു തന്നത്. അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അയച്ചു തന്നതാണ്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പിക്കൊക്കെ അയച്ചു തരിക. അതുപോലെ ക്രാഫ്റ്റിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.